ഇതാ മോളെ ചായ. അപ്പോഴേക്കും അവളുടെ മമ്മി ചായയുമായി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ആമിയുടെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ആദിയോട് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു അവളുടെ മമ്മി. ആമിയാണെങ്കിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരെ കണ്ണുരുട്ടി കാണിക്കും. എന്നാൽ ആദിക്കത് കേൾക്കാൻ ആഗ്രഹം എന്ന പോലെ അവൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ അവരോട് ചോദിക്കും. ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു ആമിയിൽ അങ്ങനെ ഒരു മുഖഭാവമൊക്കെ അവളുടെ മമ്മി കാണുന്നത്. അത് ആദി വന്നതിന് ശേഷമുള്ള മാറ്റമാണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അവർക്കതിൽ വളരെയധികം സന്തോഷവും ഉണ്ടായിരുന്നു. അവർ 3 പേരും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പുറത്തൊരു ബൈക്ക് വന്ന് നിന്നത്. ബൈക്കിൽ നിന്നും ഇറങ്ങി ഹെൽമറ്റ് ഊരി മാറ്റുന്ന അവനെ കണ്ടതും ആമി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. കാര്യം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആദിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവനെ കണ്ട് ഉടനെ അവൾ എഴുന്നേറ്റ് പോകാൻ നിന്നത് അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ഉടനെ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അവൻ ദേഷ്യത്തോടെയല്ല, മറിച്ച് പരിഭവത്തോടെ അവളോടത് ചോദിച്ചത്. അവനെ കണ്ടതും അവളുടെ മമ്മി പുറത്തേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് അവരത് കണ്ടിരുന്നില്ല. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. ഫെലിക്സ് ഷൂ ഒക്കെ മാറ്റിയതിനു ശേഷം അകത്തേക്ക് കയറി വന്നു. ഇപ്പം എങ്ങനെയുണ്ടെടി നിനക്ക് പനിയൊക്കെ? അവളെ കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു. കുറവുണ്ടടാ. അവൾ അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ഞാൻ വീര്യം കൂടിയ മരുന്ന് കൊടുത്തിട്ടാ പനിയൊക്കെ കുറഞ്ഞത്. അതെന്താ അമ്മി നീ ആരോടും പറയാത്തത്? ആദ്യ ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ആഹാ, പനിയൊക്കെ പമ്പ കടക്കാൻ എന്ത് മരുന്നാ സാറവൊക്കെ കൊടുത്തത്? അത് കേട്ടതും ഫെലിക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ ആദ്യം അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. എടോ, താൻ റിസൈൻ ചെയ്യുന്ന കാര്യം എന്തായി? ആദ്യ സംശയത്തോടെ അവനെ നോക്കിയതും ആമി എന്താണെന്ന് മനസ്സിലാവാതെ ആദ്യം അവനെയും നോക്കി. സാർ ഇവളോട് കാര്യമൊന്നും പറഞ്ഞില്ല അല്ലേ? സത്യത്തിൽ ഞാനും അതങ്ങ് വിട്ടുപോയി. ഫെലിക്സ് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എടി, ഞാൻ ജോയിൻ ചെയ്ത ആ കമ്പനിയില്ലേ, അവിടുത്തെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്തിനാ നീ അങ്ങനെ ചെയ്തത്? നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടല്ലേ ആ ജോലി നിനക്ക് കിട്ടിയത്? പിന്നെ ഇപ്പോൾ പെട്ടെന്ന് റിസൈൻ ചെയ്യാനുള്ള കാരണം എന്താ? ആമി സംശയത്തോടെ അവനോട് ചോദിച്ചു. എനിക്കിപ്പോൾ അതിനേക്കാൾ വലിയൊരു കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എടി, എനിക്ക് സാറിൻ്റെ കമ്പനി ജോലി ശരിയായി. അവൾ അവിടെ അല്ലേ? കുറേ നാളായിട്ട് അവൾ എന്നോട് പറയുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്യാൻ. ചെന്ന ഉടനെ അവിടെ എങ്ങനെയാണ് റിസൈൻ ലെറ്റർ കൊടുക്കുന്നത്? ഇപ്പം 5 മാസമായി. പിന്നെ സാറും പറഞ്ഞു വിട്ടേക്കാൻ. ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയേക്കാൾ റെപ്യൂട്ടേഷനും സാലറിയും ഇവിടെ കിട്ടുമ്പോൾ പിന്നെ ഞാനെന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഈ കമ്പനിയിലല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. 2 ദിവസം കഴിഞ്ഞ് സെറ്റിൽമെൻറ്റും ഫർദർ പ്രോസസ്സും അറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. റിസൈൻ ഇട്ടിട്ട് ഞാൻ സാറിൻ്റെ ഒപ്പം ഇങ്ങോട്ട് പോന്നു. അല്ലെങ്കിൽ തന്നെ നിനക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? അങ്ങോട്ട് പോയി ജോയിൻ ചെയ്ത ഉടനെ 5 മാസം കഴിഞ്ഞ് എനിക്ക് 1 മാസത്തെ ലീവ് തരാൻ എൻ്റെ മാമൻ്റെ കമ്പനിയിലാണോടി ഞാൻ ജോലി ചെയ്തത്? സത്യത്തിൽ അതിനെപ്പറ്റി നീ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ നിന്നോട് പറയാനും വിട്ടുപോയി. നീ ആദി സാറിനെ കണ്ട് ഷോക്കിൽ നിൽക്കുമല്ലായിരുന്നോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും അവളും ചെറുതായി പുഞ്ചിരിച്ചു. എന്തായാലും ഇനി തിരികെ പോകുമ്പോൾ നമുക്ക് 3 പേർക്കും കൂടി പോകാം അല്ലേ സർ? ഫെലിക്സ് അവനെ നോക്കി പറഞ്ഞതും അവനും തലയാട്ടിയിരുന്നു. അല്ല, ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാൻ നിങ്ങൾക്ക് 2 പേർക്കും ബോറടിക്കുന്നില്ലേ? ഫെലിക്സ് അവരെ നോക്കി ചോദിച്ചു. ബോറടിച്ചാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഫെലിക്സ്. എനിക്കാണെ പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാലും ഇവിടുത്തെ സ്ഥലവും വഴിയും ഒന്നും അത്ര പരിചയമല്ല. അവൻ ഫെലിക്സിനെ നോക്കി മറുപടി പറഞ്ഞു. ഒരു കാര്യം ചെയ്, നിങ്ങൾ 2 പേരും പോയി ഒരുങ്ങിയിട്ട് വാ. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. കാറുണ്ടല്ലോ. ഫെലിക്സ് പറഞ്ഞതും ആദിക്കും അത് ശരിയാണെന്ന് തോന്നി. ചെല്ലാമേ, പോയി റെഡിയായിട്ട് വാ. ആദ്യം അവളെയും നോക്കി പറഞ്ഞു. അത് സർ, ഞാൻ ഞാൻ വരുന്നില്ല. അവൾ പെട്ടെന്ന് അങ്ങനെ പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെന്താ? നിനക്കതിനിപ്പോൾ പനിയൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? നമുക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫെലിക്സ് അവളെ നോക്കി പറഞ്ഞു. അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആമി, പോയിട്ട് വാ, ചെല്ല്. അവൻ വിളിക്കുന്നത് കേട്ടില്ലേ? എന്തിനെങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ? ഇതൊക്കെയാ ആമി സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കണം അല്ലേ ഫെലിക്സ്? ആദ്യം അവനെ നോക്കി ചോദിച്ചു. അതെ, സാറ് പറയുന്ന കറക്റ്റ്. നാളത്തെ കാര്യം നമുക്കൊന്നും അറിയില്ല ആമി. ചെല്ല്, പോയിട്ട് വാ. അവൻ പറഞ്ഞതും അവൾ ആദ്യം നോക്കിയത് ആദിയുടെ മുഖത്തേക്കാണ്. അവനും കണ്ണുകൾ കൊണ്ട് അവളോട് റെഡിയായിട്ട് വരാൻ പറഞ്ഞു. അത് കണ്ടതും അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അവൾക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് അല്ലേ സർ? അവൾ പോയെന്ന് മനസ്സിലായതും ഫെലിക്സ് സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു.
ഉം, ഉണ്ടളിയ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഫെലിക്സ് അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രത്യേകിച്ച് അവൻ്റെ നാവിൽ നിന്നും വന്ന അളിയ എന്നുള്ള വിളിയാണ് അവനെ അത്ര അത്ഭുതപ്പെടുത്തിയത്. എന്താ അളിയ ഇങ്ങനെ നോക്കുന്നത്? അവൻ നോക്കുന്നത് കണ്ട് ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു. അല്ല സർ. സാറല്ല, അളിയൻ. ഇനി മുതൽ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അതിനുള്ള സാധ്യതകളൊക്കെ ഉടനെ ഉണ്ടാകും. ആദ്യം പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സർ, സോറി. അളിയൻ പറയുന്നതൊക്കെ സത്യമാണോ? അവൾ പോസിറ്റീവ് സൈൻ കാണിച്ചോ? ഫെലിക്സ് അത്ഭുതത്തോടെ വിശ്വാസം വരാത്തതുപോലെ അവനോട് ചോദിച്ചു. ഉവ്, ചെറുതായിട്ട്. അവളുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഞാനുണ്ട് ഫെലിക്സ്. പക്ഷേ അവൾക്കത് തുറന്നു പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളെനിക്ക് മനസ്സിലാകും. ഞാനല്ലാതെ അവളെ ആരാ മനസ്സിലാക്കുന്നത്? അവൾക്ക് കുറച്ച് സമയം വേണമെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ മനസ്സിനെ ഞാൻ തന്നെ ഉണർത്തണം. അതായത് അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെക്കൊണ്ട് തന്നെ എനിക്ക് ഓർമ്മിപ്പിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളിത് സ്വയം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാൻ ശ്രമിക്കും. ആദ്യം എന്തൊക്കെയോ മനസ്സിൽ സങ്കല്പിച്ച് കൂട്ടിയിട്ടാണ് പറയുന്നതെന്ന് ഫെലിക്സിന് അവൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. പക്ഷെ അത് പൂർണ്ണമായിട്ടും എന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അല്ല സർ, നമ്മൾ തിരികെ പോകുമ്പോൾ അവൾ നമ്മുടെ കൂടെ വരുമോ? അതിനവൾ സമ്മതിച്ചോ? ഫെലിക്സ് വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. വരും. പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടില്ല. പക്ഷെ അവൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. താൻ ഇരിക്കെ ഒരു 5 മിനിറ്റ്സ്, ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആദ്യം അവനോട് പറഞ്ഞതും അവൻ സമ്മതമെന്ന പോലെ തലയാട്ടി. അവരുടെ അടുത്ത് നിന്നും മുറിയിലേക്ക് വന്ന ആമി ഡ്രസ്സൊന്നും മാറാതെ കട്ടിലിലേക്കിരുന്നു. അവളുടെ കയ്യിൽ ജസ്റ്റിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇച്ചായ. ആ ഫോട്ടോയിൽ ഒന്ന് വിരലുകൾ കൊണ്ട് തഴുകി അവൾ അവനെ വിളിച്ചു. ഇച്ചായൻ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സത്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയില്ല ഇച്ചായ. ആദി സാറിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇച്ചായ എന്ന് വിളിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. സാറിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് ഇച്ചായനെയാണ് ഓർമ്മ വരുന്നത്. ആദി സാർ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇച്ചായൻ്റെ സാന്നിധ്യമാണ് ഫീൽ ചെയ്യുന്നത്. ഇന്നലെ ആദി സാർ എന്നെ കിസ് ചെയ്തു. അവൾ പറഞ്ഞുകൊണ്ട് തലേ ദിവസത്തെ സംഭവങ്ങൾ ഓർത്തു. അത് ഓർമ്മയിൽ കൂടി കടന്നുപോയതും അറിയാതെയെങ്കിലും അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് സാറിനെ എതിർക്കാതെ നിന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല ഇച്ചായ. ഇച്ചായൻ തന്നെ എൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഒരു ബന്ധം ഇച്ചായൻ അക്സെപ്റ്റ് ചെയ്യുമോ? അതോ ഇച്ചായന് അത് സങ്കടമാവുമോ? അവൾ അവനോട് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവളുടെ വാതിലിൽ മുട്ടുകേട്ടത്. ആരാണെന്നുള്ള സംശയത്തോടെ അവൾ ചെന്ന് വാതിൽ തുറന്നതും മുൻപിൽ കണ്ടത് ആദിയായിരുന്നു. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അവൾ അതേ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത് കണ്ടതും അവൻ അവളോട് ചോദിച്ചു. അവൻ ഡ്രസ്സ് മാറി ഒരു പാൻറ്റും ഷർട്ടും ഇട്ടിരുന്നു. ഞാൻ ഞാൻ അത് പിന്നെ. അവൾ എന്തു പറയണമെന്നറിയാതെ നിന്നു. ആദ്യ റൂമിനകത്തേക്ക് നോക്കിയതും കട്ടിലിലായിട്ടിരിക്കുന്ന ജസ്റ്റിൻ്റെ ഫോട്ടോയാണ് കണ്ടത്. അവനോട് സംസാരിക്കുകയായിരുന്നു അല്ലേ? ആദ്യം ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞോ? നിന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ മുഴുവൻ നീ അവനോട് ചോദിച്ചോ? അവൻ എന്താ നിന്നോട് മറുപടി പറഞ്ഞത്? ആദ്യ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അതിന് അവൾ മറുപടി ഒന്നും പറയാതെ തല കുനിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ആമി. അവളെ വിളിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ കൂടി കൈയിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ ഇത്ര പാവമായിപ്പോയത് എന്തിനാടി? ചുമ്മാതാണോ അവൻ നിന്നെ ഇത്രയധികം സ്നേഹിച്ചത്? അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം മറന്നേക്ക്. മരണത്തിലേക്ക് പോയവരാരും തിരിച്ചു വരില്ല ആമി. അവരെ കാത്തിരുന്നിട്ട് എന്തിനാ? ഒരു പ്രയോജനവുമില്ല അല്ലേ? അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. എടി, നീ എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കും. അതോർത്ത് നീ സങ്കടപ്പെടുകയേ വേണ്ട. നീ നേരത്തെ എങ്ങനെയായിരുന്നോ അതിൻ്റെ ഇരട്ടി നീ ഹാപ്പി ആയിരിക്കും. നിനക്കറിയാലോ എൻ്റെ ഫാമിലിയെ പറ്റി നന്നായിട്ട്. എൻ്റെ ഏട്ടനും ഏട്ടത്തെയും അവർക്ക് നല്ലൊരു ജോലിയുണ്ട്, സമൂഹത്തിൽ റെപ്യൂട്ടേഷൻ ഉണ്ട്. അവരൊരു കാര്യത്തിനും നമ്മുടെ അടുത്തേക്ക് വരില്ല. ചേട്ടത്തി എന്നെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്. പിന്നെ നമ്മുടെ അപ്പു, അവൾക്ക് ഏട്ടത്തേക്കാൾ ഇഷ്ടം നിന്നോടാ. ആമിയമ്മ എപ്പോഴും അവളുടെ ജീവനാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും. അമ്മയുടെ സ്നേഹത്തിനെ പറ്റിയും കരുതലിനെ പറ്റിയും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നീ ആരാണ് എന്താണ് എന്നൊന്നും അറിയാത്ത ആ സമയത്ത് പോലും എൻ്റെ അമ്മ എങ്ങനെയാണ് നിന്നെ കരുതിയതെന്ന് നിനക്കറിയാം. അവര് നീ മരുമകളായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നിന്നെ സ്നേഹിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ അച്ഛന് നന്മ മാത്രമേ അറിയുള്ളൂ. അതുമാത്രമേ എൻ്റെ അച്ഛൻ ചെയ്യാറുള്ളൂ.
ഞാൻ ഇവരെപ്പറ്റി ഒന്നും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ മനസ്സിൻ്റെ വേവലാതിയൊക്കെ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിനക്കത് ബോറായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ നിന്നോടിങ്ങനെ. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആമി, സത്യം പറഞ്ഞ എൻ്റെ ഈ 30 വയസ്സിനിടയ്ക്ക് ഞാൻ ഒരു പെണ്ണിൻ്റെ മുമ്പിലും ഇങ്ങനെ യാചിച്ചിട്ടില്ല. സ്നേഹത്തിന് വേണ്ടി ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടില്ല. അനാമികയോട് കോളേജിൽ വെച്ച് തോന്നിയ പ്രണയമായിരുന്നു. അവൾ ഇങ്ങോട്ട് വന്നാൽ എന്നെ പ്രപ്പോസ് ചെയ്തത്. ആ സമയത്ത് എനിക്കും അവളോടൊരു ക്രഷ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ പ്രപ്പോസ് ചെയ്ത ഉടനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ കൊണ്ട് എനിക്കൊരു പെണ്ണിൻ്റെ പുറകിലും ഇങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു പെണ്ണിൻ്റെ മുമ്പേ ഇത്രയും താഴുന്നത്, ഇങ്ങനെ പുറകെ നടന്ന് സംസാരിക്കുന്നത്. അതൊക്കെ നിന്നോടുള്ള പ്രണയം കൊണ്ട് മാത്രം ആമി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു വലിയ കമ്പനിയുടെ ഉടമയല്ലേടി. ആ ഒരു പരിഗണനയെങ്കിലും നിനക്ക് തന്നൂടെ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ആമിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ചെല്ല്, പോയി റെഡിയായിട്ട് വാ, ഞങ്ങൾ താഴെ കാണും. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. ആദ്യം താഴേക്കിറങ്ങിയതും അവൾ ഡോറടച്ചിട്ട് ഒരുങ്ങാനും പോയി. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൾ റെഡിയായി താഴേക്കിറങ്ങി വന്നു. അവൾ ഒരു റെഡ് കളർ സൽവാറായിരുന്നു വേഷം. പോകാം, ഫെലിക്സ് ചോദിച്ചതും അവൾ തലയാട്ടി. മമ്മിയോട് യാത്ര പറഞ്ഞ് അവർ 3 പേരും കൂടി യാത്ര തിരിച്ചു. അല്ലളിയ, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ആദ്യമാണത് ചോദിച്ചത്. അത് കേട്ടതും ആമി സംശയത്തോടെ പുറകിലിരുന്ന് അവനെ ഒന്ന് നോക്കി. ആദ്യമാണ് കാർ എടുത്തിരുന്നത്. മിററിൽ കൂടി അവൾ അത്ഭുതത്തോടെ അങ്ങനെ നോക്കുന്നത് കണ്ടതും ആദിക്ക് ചിരി വന്നു. അളിയ, നമുക്ക് റോസ്മല പോകാം. ഫെലിക്സ് പറയുന്നത് കേട്ട് ആമി അവനെ നോക്കി. കുറച്ചു മുമ്പ് വരെ സാറെന്ന് വിളിച്ചവൻ പെട്ടെന്ന് ആദ്യം അളിയ എന്ന് വിളിക്കുന്നത് കേട്ട് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ റോസ്മലയിൽ പോയിട്ടുണ്ടോ ആമി? ഫെലിക്സ് മുഖം തിരിച്ചു വെച്ച് അവളോട് ചോദിച്ചതും അവനെ അത്ഭുതത്തോടെ നോക്കുന്ന ആമിയാണ് അവൻ കണ്ടത്. നീ എന്താ ആമി എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവൾ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു. നമ്മൾ പരസ്പരം അളിയാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് അന്തം വിട്ടിരിക്കും ആമിക്കൊച്ച്. ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതാണോ കാര്യം? ഞങ്ങളിനി പരസ്പരം ഇങ്ങനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു, അല്ലേ അളിയ? ഫെലിക്സ് പറഞ്ഞതും ആദി ചിരിയോടെ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. നീ കണ്ടിട്ടില്ലല്ലോ റോസ്മല? ഫെലിക്സ് വീണ്ടും ചോദിച്ചു. അതിന് അവളില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ആദ്യം അങ്ങോട്ടേക്കുള്ള മാപ്പിട്ടു. ശേഷം മൂവരും അങ്ങോട്ട് തിരിച്ചു. പോകുന്ന വഴി ആമിയെ ചിരിപ്പിക്കാൻ അവർ 2 പേരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവളുടെ മൈൻഡ് മാറ്റിയെടുക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അങ്ങനെ നീണ്ട 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ റോസ്മലയിലെത്തി. കോ ഡ്രൈവർ സീറ്റിൻ്റെ വാതിൽ തുറന്ന് ഫെലിക്സ് പുറത്തേക്കിറങ്ങി. ആദ്യ ഡ്രൈവർ സീറ്റിൽ നിന്നും. ആമി ബാഗിൽ നിന്നും ഇറങ്ങിയത് ആദിയുടെ ഡ്രൈവർ സീറ്റിൻ്റെ വശത്തു നിന്നായിട്ടായിരുന്നു. ഫെലിക്സ് ഇറങ്ങിയിട്ട് ചുറ്റിനും ഒന്ന് നോക്കി. അളിയ, അവൻ വിളിച്ചിട്ട് വിരൽ കൊണ്ട് ടോയ്ലറ്റിലൊന്ന് പോയിട്ട് വരാമെന്ന് കാണിച്ചു. അത് കണ്ടതും ആദി ചിരിയോടെ തലയാട്ടി. അവനൊരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് നടന്നു. സർ. അവൻ പോയതും അവൾ ആദിയെ നോക്കി വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. സാർ അവനോട് പറഞ്ഞോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്ത്? അത് മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ അവൻ തിരിച്ചു ചോദിച്ചു. അല്ല, അവൻ സാറിനെ അളിയാന്ന് വിളിക്കുന്ന കേട്ടു. ഇന്നലത്തെ കാര്യം അവനോട് പറഞ്ഞോന്ന്? അവൾ ചളുപ്പോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു. ഊവ്, പറഞ്ഞു. ആദ്യം അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. പെട്ടെന്ന് ആദ്യം അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവരുടെ കാറിലേക്ക് ചാരി നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഇരു സൈഡിലും കൈകൾ വെച്ചുകൊണ്ട് അവൻ അവളെ ബ്ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഫെലിക്സിനോട്. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചെറു ചിരിയോടെ പറഞ്ഞു. അതിനവളൊന്ന് മൂളി. പക്ഷേ നമ്മുടെ ആ കിസ്, അത് നമ്മുടെ മാത്രം സ്വകാര്യതയല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ആമി കരുതിയിരുന്നത് അത് ഉൾപ്പെടെ അവൻ ഫെലിക്സിനോട് പറഞ്ഞു എന്നായിരുന്നു. അപ്പോൾ പിന്നെ അവൻ അളിയാന്ന് വിളിച്ചതോ? അവൾ യാന്ത്രികമായി അവനോട് ചോദിച്ചു. അത് ഞാനാ അവനോട് പറഞ്ഞത്, ഇനി മുതൽ എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. എന്താ, അതല്ലേ അതിൻ്റെ ഒരു ശരി? അവൻ നിന്റെ ആങ്ങളെയാകുമ്പോൾ എൻ്റെ അളിയനും കൂടിയല്ലേ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ യാന്ത്രികമായി തലയാട്ടി.